ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഒരു അന്ധനെ സുഖപ്പെടുത്തുന്ന രംഗമാണ് സുവിശേഷം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ അന്ധൻ്റെ പ്രത്യേകത കണ്ണ് കാണില്ല എന്നുള്ളത് മാത്രമല്ല, ഇവനൊരു ഭിക്ഷക്കാരനായിരുന്നു. എന്തുകൊണ്ടാണ് ഭിക്ഷക്കാരൻ കൂടി ഈ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുക? അതിൻ്റെ കാരണങ്ങളേറെയുണ്ട്. ഒരുപക്ഷെ അന്ധൻ മാത്രമായിരുന്നെങ്കിൽ ഇവൻ്റെ സൗഖ്യത്തിൻ്റെ വലിപ്പം കുറഞ്ഞു പോയനെ. എന്താണ് കാരണം? ഭിക്ഷക്കാരൻ എന്ന് പറയാനുള്ള കാരണം, ഈശോ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ വിളിക്കുന്നത്? വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ സമൂഹത്തിൽ നിന്നാണ് ഈശോ ചോദ്യം ചോദിക്കുന്നത്, ആരാ എന്നെ വിളിക്കുന്നത്? അപ്പോൾ ശിഷ്യന്മാരും ജനക്കൂട്ടവും പറഞ്ഞു, ഈശോയെ, അവിടെ ഇരുന്നൊരു അന്ധനായ മനുഷ്യൻ നിന്നെ വിളിക്കുന്നുണ്ട്. ഉടനെ ഈശോ പറഞ്ഞു, അവനെ എൻ്റെ അരികിൽ കൊണ്ടുവാ. അവൻ എന്താ ചെയ്തേ? ഉടൻ തന്നെ അവൻ്റെ പുറങ്കുപ്പായം വലിച്ചൂരി ദൂരെ കളഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്താ അവിടെ സംഭവിക്കുക? ഇവിടെയാണ് ഈ ഭിക്ഷക്കാരൻ്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു ഭിക്ഷക്കാരൻ്റെ പ്രത്യേകത എന്താണ്? അവന് ആരെങ്കിലും ഭിക്ഷ കൊടുക്കണമെങ്കിൽ അവൻ്റേതായ ഒരു വസ്ത്രശൈലിയുണ്ട്, അല്ലേ? ഒരു പാവപ്പെട്ടവൻ ഭിക്ഷക്കാരൻ നമ്മുടെ മുമ്പിൽ കോട്ട് സൂട്ടൊന്നും ഇട്ട് വരാറില്ല. ചീഞ്ഞു നാറുന്ന, കീറിപ്പറഞ്ഞ, മുഷിഞ്ഞ, അലക്കാത്ത വസ്ത്രമാണ് അവൻ ഇടുക. എന്തിനാണ് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? അവൻ എപ്പോഴൊക്കെ ഭിക്ഷ യാചിക്കണമെങ്കിൽ ഈ വസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ട്. ആ വസ്ത്രം കണ്ടിട്ടാണ് നമ്മൾ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്താണ്? ഇതൊരു ഭിക്ഷക്കാരനാണ്, ഇത് ധർമ്മക്കാരനാണ്. നമ്മൾ പറയാറില്ലേ, അതൊരു ധർമ്മക്കാരനാണ്. കാരണം എന്താണ്? അവൻ്റെ ശരീരത്തിൻ്റെ ഭാഷയാണ് അവനൊരു ധർമ്മക്കാരനാക്കുക. ഇവനെന്താ ചെയ്തേ? ഉടനടി അവൻ്റെ വസ്ത്രം ഊരിക്കളഞ്ഞു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ഭിക്ഷക്കാരൻ ഭിക്ഷ യാചിക്കുന്നത്? അവന് കോടീശ്വരനാവാൻ വേണ്ടിയല്ലല്ലോ, അവന് ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടിയല്ല, അവന് വലിയ കാറ് മേടിക്കാനല്ല. അവൻ ചെയ്യുന്നത് എന്തിനാണ്? ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി. എന്തിനൊരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത്? അവന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ആത്യന്തികമായും ഒരു മനുഷ്യൻ തെണ്ടുന്നത് അവന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ജീവിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് അവൻ്റെ വസ്ത്രം. ഈ യേശു വിളിച്ച മാത്രയിൽ അവൻ്റെ ജീവിതത്തെ പോലും, അവൻ്റെ ഭൗതികതയുടെ ജീവിതത്തെ പോലും അവൻ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഓക്കെ, അവൻ്റെ സ്പിരിച്വാലിറ്റിയുടെ വലിപ്പം നിങ്ങളൊന്ന് പരിശോധിച്ചുകൊണ്ട്. നമുക്കൊക്കെ കുറേ കംഫോർട്ട് സോണുകളുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വേണം. നമ്മൾ പറയാറില്ലേ, കഷ്ടത്തിലിരിക്കുന്ന പോകാൻ പാടില്ല, എന്നാൽ ഉത്തരത്തിലിരിക്കുന്ന എടുക്കുക. ഇതാണ് നമ്മുടെ വിഷയം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കംഫോർട്ട് സോണുകൾ നമ്മൾ ഉപേക്ഷിക്കാറില്ല. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വീട്ടിലെ ദുരന്തങ്ങൾ മാറണം, നമ്മുടെ വീട്ടിൽ സങ്കടങ്ങൾ മാറണം, ജോലി ലഭിക്കണം, വിദേശത്ത് പോകണം. പക്ഷേ നമ്മുടേതെന്ന് പറയുന്ന ചില കംഫോർട്ട് സോണുകൾ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഈ ഭിക്ഷക്കാരൻ, ഈ അന്ധനായ മനുഷ്യൻ എന്താ ചെയ്തേ? അവൻ്റെ കംഫോർട്ട് സോണിനെ മാത്രമല്ല, അവൻ്റെ ജീവിതത്തെ ഉപേക്ഷിക്കാൻ തയ്യാറെന്ന് പറഞ്ഞു. നാളെ എന്ത് സംഭവിക്കുമെന്ന് അവൻ അറിഞ്ഞുകൂടാ. നാളെ ആരെങ്കിലും അവന് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുമെന്ന് അവൻ അറിയില്ല. നാളെ ഈശോ വിളിച്ചിട്ടേ ഉള്ളൂ, ഇനി എന്ത് സംഭവിക്കും, സൗഖ്യപ്പെടുവോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊന്നും അറിവില്ലാതിരുന്നതിൻ്റെ നടുവിലും യേശു വിളിച്ച മാത്രയിൽ അവനെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. ഈശോ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ പ്രത്യേകത അങ്ങനെ തന്നെയായിരുന്നില്ലേ? വള്ളവും വലയും ഒക്കെ ഉപേക്ഷിക്കാൻ തയ്യാറ്. ജീവിതത്തെ ഉപേക്ഷിച്ച് അവരുടെ ജീവിത മാർഗമാണ്. ഇനി നാളെ എന്തെന്നറിയില്ല. ഇതേ കൊന്നുകളയാൻ പോകുന്ന ഒരു ഗുരുവിൻ്റെ കൂടെയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ. നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാണ്, സർവ്വതും ദൈവത്തിനായി സമർപ്പിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ ചില കംഫോർട്ട് സോണുകൾ, ചില കൂട്ടുകെട്ടുകളുടെ ഇടയിൽ നിന്നും, ചില ഭൗതിക ഇഷ്ടങ്ങളുടെ ഇടയിൽ നിന്നും, ചില ആധുനിക സംവിധാനങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മൾ മാറി നിൽക്കേണ്ടി വരും. ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഒന്ന് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി അതിനൊക്കെ ഒന്ന് ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നമ്മുടെ ലക്ഷ്യം മാറില്ല. അതുകൊണ്ടാണ് ഇത് ഉപേക്ഷിച്ച മാത്രയിൽ അവൻ യേശുവിൻ്റെ അടുത്തെത്തി എന്ന് പറയാം. ഇതെല്ലാം ഉപേക്ഷിച്ച മാത്രയിൽ എല്ലാ ജനക്കൂട്ടത്തെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട്, അവനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ചിന്തകളെയും വികാരങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ അന്ധനായ മനുഷ്യന് യേശുവിൻ്റെ അടുത്തെത്താനായിട്ട് കഴിഞ്ഞത്രേ. കാരണം എന്താണ്? അവൻ്റെ പുറങ്കുപ്പായമായിരുന്നു ലക്ഷ്യസ്ഥാനത്തിലേക്ക് അവനെ എത്തിക്കാതിരുന്നത്. അവൻ്റെ ചീഞ്ഞു നാറിയ ജീവിതമായിരുന്നു, അവൻ്റേതായ മുഷിഞ്ഞ ജീവിതമായിരുന്നു അവനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ ചീഞ്ഞു നാറുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ മുഷിഞ്ഞ വസ്ത്രമിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന മനോഹരമായ ആ ദൈവിക സാന്നിധ്യത്തിൽ പോയി ആ പുറങ്കുപ്പായങ്ങളൊന്ന് ഊരി വെക്കാൻ തയ്യാറാകാം. ഈശോയ്ക്ക് കുഴപ്പമില്ലെന്നേ, ഒന്ന് ഊരി വെച്ചാൽ അനുഗ്രഹിക്കാൻ തയ്യാറായ ഒരു തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ഓക്കെ, അവനതെല്ലാം ഊരി വെച്ച് അവൻ്റെ ഈശോയുടെ അടുത്ത് ചെന്നപ്പോൾ ഈശോ പറയാണ്, മോനെ, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. എത്ര വലിപ്പമാണ് അവൻ്റെ പാപബോധം, അവൻ്റെ പശ്ചാത്താപം, അവൻ്റെ കുമ്പസാരം അവനെ വലിയൊരു സൗഖ്യത്തിലേക്ക് നയിച്ചെന്ന് പറയാം. ജീവിതം അങ്ങനെ ആകട്ടെ. നമ്മുടെ ജീവിതങ്ങളും കുറേ കൂടിയൊക്കെ സൗഖ്യപ്പെടാനുണ്ട്.
കുറേ കൂടിയൊക്കെ ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ചില കംഫോർട്ട് സോണുകളെ, നമ്മുടെ പാപത്തിൻ്റെ കെട്ടുകളെയൊക്കെ ഊരി വെക്കാനും മാറ്റിക്കളയാനുമുള്ള ആത്മീയ ബലം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.